9 വരെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. അതുകൂടാതെ 2 മുതൽ 6 വരെ പ്രതികൾക്ക് ആയുധ നിരോധന നിയമപ്രകാരം 2 വർഷം തടവും 25,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. മാത്രമല്ല, പിഴ സംഖ്യ മരിച്ച സൂരജിന്റെ ബന്ധുക്കൾക്ക് നൽകണമെന്നാണ് കോടതി ഉത്തരവായിരിക്കുന്നത്. അത് കൂടാതെ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ബന്ധപ്പെട്ട മരണപ്പെട്ട സൂരജിന് നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട്. 11-ാം പ്രതി പ്രദീപന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഇതിലെ 1-ാം പ്രതിയെ കുറ്റക്കാരനെന്ന് അറിഞ്ഞിട്ടുകൂടി ഒളിപ്പിച്ചു എന്നാണ്. അദ്ദേഹത്തിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. തീർച്ചയായും വിധിയിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നീണ്ട 20 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം മരണപ്പെട്ടയാൾക്ക് നീതി കിട്ടി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിധിന്യായം കിട്ടിയിട്ടില്ല, വിധി പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സാക്ഷികൾ കൂറുമാറിയ അതായത് ഇതില് മരണപ്പെട്ട സൂരജിന്റെ ഉറ്റ സുഹൃത്ത് 21-ാം സാക്ഷിയായിരുന്ന അനിൽകുമാർ, അദ്ദേഹമായിരുന്നു 6 മാസം ചികിത്സയിൽ ഉണ്ടാകുന്ന സമയത്ത് ആശുപത്രിയിൽ കൂടെ ഉണ്ടായിരുന്നതാണ്. അല്ല, കൊലപാതകത്തിന്റെ അതേ ശിക്ഷ, നിയമപരമായിട്ട് കൊലപാതക കുറ്റത്തിനുള്ള അതേ ശിക്ഷയാണ് ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾക്കും കിട്ടേണ്ടത്. കാരണം ഗൂഢാലോചന കുറ്റം വളരെ രേഖാമൂലവും മറ്റ് സാക്ഷിമൊഴികൾ മൂലവും ഈ കുറ്റകൃത്യത്തിന് മുമ്പും ശേഷവുമുള്ള പ്രതികളുടെ കോണ്ടാക്ട്, സബ്സിക്വന്റ് കോണ്ടാക്ട് ആൻഡ് ബിഫോർ കോണ്ടാക്ട്, അതുമൂലം കൃത്യമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അപ്പോൾ കൊലപാതക കുറ്റം ചെയ്തതിനുള്ള അതേ ശിക്ഷയാണ് കൊലപാതകത്തിനുള്ള ഗൂഢാലോചന നടത്തിയവർക്കും നിയമം അനുശാസിക്കുന്നത്. അത് പ്രകാരമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഞാനിതിൽ എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട 2 വസ്തുത ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മികവാണ്. കേസ് ആദ്യം അന്വേഷിച്ച കെ ദാമോദരൻ, അന്ന് സിറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം സിറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യ കുറ്റപത്രത്തിൽ 2 പേരെ കൃത്യമായിട്ട് കണ്ടെത്താനുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകി. അതിനുശേഷം 2012 നമ്മുടെ ഇപ്പോഴത്തെ കണ്ണൂർ ACP ശ്രീ രത്നകുമാർ, അദ്ദേഹം മാസം റിട്ടയർ ആവുന്നതാണ്. അദ്ദേഹത്തിനെയും ഞാൻ ഈ 2-5 പ്രതികളെ അറസ്റ്റ് ചെയ്ത് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത് ശ്രീ രത്നകുമാറാണ്.